ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കനാണ് കേട്ടോ. അതായത് നല്ല കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ച് നന്നായി ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ 2 സവോള നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 കഷ്ണം പട്ട, അതുപോലെ ഗ്രാമ്പു, ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മസാലപ്പൊടി. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 സ്പൂണോളം കുരുമുളക് പൊടി, അതായത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. അതാണ് ഇതിലെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ഞാൻ അതിൻ്റെ അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് അതിലേക്ക് ഒരു 5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പട്ടയും കറിയാമ്പും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുക്കുക. തീ മീഡിയത്തിൽ വയ്ക്കുക. ഇത് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. ചെറുതായി വാടിയിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഏകദേശം അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ. അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായി ഇളക്കുക. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഫ്ലെയിം മീഡിയത്തിലിട്ട് ചെയ്യണം. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് തീ വളരെ കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. തക്കാളിയൊക്കെ ഒരുവിധം വഴന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി, ചിക്കനിൽ വെള്ളം ഉണ്ടാവും. മസാല ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കണം. ഇതിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇത് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ എല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ വേവണ വരെ നന്നായി അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ചിക്കൻ നന്നായി ഇങ്ങനെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഈ സമയത്ത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മുഴുവൻ അങ്ങ് വറ്റിക്കുക. നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇനി തീരെ വെള്ളം ഇല്ലാണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി ചിക്കനൊക്കെ നന്നായി വെന്ത് വരണം. ചിക്കൻ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി വെള്ളം വന്നിട്ട് കുറച്ചും കൂടിയും ഒരു ഗ്രേവി ഉണ്ട്. നമുക്കതും കൂടി വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കണം. അതുപോലെ ഇനി ചിക്കൻ വെന്തിട്ടുണ്ട്. അത് കാരണം ഇനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് വരാം. അങ്ങനെ ചിക്കൻ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കണ്ട നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പെപ്പർ ചിക്കനിൽ
ചിക്കൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നന്നായി വറ്റി. ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം. പക്ഷെ ഇത് ഗ്രേവി അല്ലാണ്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുരുമുളക് ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ കുരുമുളക് ഇട്ടിട്ട് വരട്ടി വെച്ച പോലെ അതേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ ഇങ്ങനെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.